എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ആട്ടിൻ സൂപ്പാണ്. കർക്കിടക മാസം കഴിയാറായി. ഈ ഒരു മാസം കഴിഞ്ഞാൽ തന്നെയും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് അസുഖങ്ങൾ വന്നു കൂടാറുണ്ട്. ഇത്തരം അസുഖങ്ങളെ പ്രതിരോധിക്കുന്നതിനും ശരീരാരോഗ്യം നിലനിർത്തുന്നതിനും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്തുന്നതിനും യുവത്വം നിലനിർത്താനും തലമുടി വളർച്ചയ്ക്കും നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന എല്ലു തേയ്മാനത്തിനും കൈകാലുകൾ വേദന, നടുവേദന, കാലിലുണ്ടാകുന്ന പെരുപെരുപ്പ്, ഇനിയിപ്പോ നമ്മുടെ കാലുകളുടെയും കൈകളുടെയും ജോയിന്റ് വേദന, അങ്ങനെ നമ്മുടെ ശരീരത്തിനെ ബാധിച്ചിരിക്കുന്ന പല അസുഖങ്ങളെ ചെറുത്ത് നിർത്തുന്നതിനും നമ്മൾ ഈ ആട്ടിൻ സൂപ്പ് കഴിക്കുന്നത് വളരെ തന്നെ ഉത്തമമാണ്. ഇപ്പോ ആട്ടിൻ സൂപ്പ് കഴിച്ചാൽ കൊഴുപ്പ് കൂടി പോകും എന്ന പേടിയും വേണ്ട. കാരണം നമ്മുടെ ഈ ഒരു സൂപ്പിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജമാണ് കൂടുതൽ ലഭിക്കുക. കൊഴുപ്പിന്റെ അംശം വളരെ തന്നെ കുറഞ്ഞ തോതിലാണ് ഇതിലുള്ളതും. ആടിന്റെ എല്ലുകളുടെ ഉള്ളിലുള്ള മജ്ജ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഉറക്കം ലഭിക്കാനും വളരെ തന്നെ ഉത്തമമാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ആട്ടിൻ സൂപ്പ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ തയ്യാറാക്കി കുടിക്കാൻ ശ്രമിക്കണം. ഈ ഒരു സൂപ്പ് എല്ലാ അസുഖങ്ങളുള്ള ആൾക്കാർക്കും കുടിക്കാവുന്നതാണ്. 1 വയസ്സായ കുഞ്ഞുങ്ങൾ മുതൽ വയ്യാതെ കിടക്കുന്ന പ്രായമായ അവർക്ക് വരെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതുമാണ്. ഷുഗറോ കൊളസ്ട്രോളോ മറ്റെന്ത് അനുബന്ധ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും സൂപ്പ് കഴിക്കുന്നത് കൊണ്ട് യാതൊരു പാർശ്വഫലങ്ങളുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് മട്ടൻ സൂപ്പ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1/2 കിലോ അളവിൽ സൂപ്പ് കഷ്ണങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മാംസം കട്ട് ചെയ്യുന്ന മാർക്കറ്റുകളിൽ നിന്നും നമുക്കിതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്നതുമാണ്. ഇതിനൊരു 380 രൂപ വിലയുണ്ട്. നമുക്ക് ആവശ്യമായ എല്ലാ ഭാഗങ്ങളും ഈ ഒരു കഷ്ണങ്ങളിൽ ഉണ്ടാകും. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം. അതിനു മുമ്പായിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഞാനിവിടെ കഴുകി വെച്ചിട്ടുള്ളതാണ്. കഴുകി എടുക്കുമ്പോൾ ഉപ്പും വിനാഗിരിയും കൂടി ചേർത്തിട്ടുള്ള വെള്ളത്തിൽ വേണം കേട്ടോ കഴുകിയെടുക്കാനായിട്ടും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതുമാണ്. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലാണ് സൂപ്പ് തയ്യാറാക്കാൻ പോകുന്നത്. അതും കുക്കറിൽ വെച്ചാണ് പാചകം ചെയ്യുന്നതും. കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ കുക്കറിലേക്ക് മാറ്റാം. കഷ്ണങ്ങൾ കുക്കറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ തക്കാളി. ഇന്നത്തെ നമ്മുടെ സൂപ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിയിലാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഓവറായിട്ട് മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. എങ്കിലും നല്ലൊരു ടേസ്റ്റിനായിട്ട് 12ഓളം വെളുത്തുള്ളി അല്ലിയും 1 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും 10-12 കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചതച്ചാണ് ചേർക്കേണ്ടത്. ഇനി ഇതിന്റെ കൂടെ തന്നെ 1 കഷ്ണം കറുവപ്പട്ടയും 1 ബേ ലീഫും 1/4 ടീസ്പൂൺ അളവില് മല്ലിയും, ഞാനിവിടെ മുഴുവൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവില് കുരുമുളകും 4 ഏലക്കയും 1 നുള്ള് അയമോദകവും 1/4 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലകളും നമുക്ക് ചതച്ചെടുക്കേണ്ടതാണ്. ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന സൂപ്പിലേക്ക് ഓവറായിട്ട് മസാലകൾ ചേർത്തല്ല തയ്യാറാക്കി എടുക്കേണ്ടത്. നമ്മൾ തയ്യാറാക്കുന്ന സൂപ്പിന് നല്ലൊരു ഫ്ലേവർ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്രയും മസാലകളൊക്കെ നമ്മൾ ചേർക്കുന്നതും. ഇനി നമുക്ക് ഈ മസാലകൾ ഒരു ഇടികളിൽ വെച്ചിട്ട് ഒന്ന് കുത്തി ചതച്ചെടുക്കാം. ഓവറായിട്ട് ചതച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോ നിങ്ങളുടെ കൈവശം ഇടികല്ലില്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തും പൊടിച്ചെടുക്കാവുന്നതാണ്. മസാലകൾ ചതച്ചെടുക്കുന്നതിനായിട്ട് ഞാൻ ഒരു ഇടികല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മസാലകൾ ഒന്ന് കുത്തി ചതച്ചെടുക്കാം. മസാലകൾ ഇടിച്ച് ചതച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെയാണ് ചതച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഓരോ ചേരുവകളും കല്ലിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് കുത്തി ചതച്ചെടുക്കാം. ചതച്ചെടുക്കുമ്പോൾ ഓവറായിട്ടൊന്നും ചതച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് പൊട്ടിച്ചെടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ നമ്മുടെ മസാലകളും കൊച്ചുള്ളിയും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചതച്ചെടുത്ത ചേരുവകളെല്ലാം തന്നെയും കുക്കറിലേക്ക് മാറ്റാം. ചതച്ച ചേരുവകൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. നിങ്ങളൊക്കെ കുടിക്കുന്നത് കൊണ്ട് എരിവ് നോക്കി വേണം ചേർക്കാനായിട്ട്. ഇനി കൂടെ തന്നെ കറിവേപ്പിലയും 1 തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർക്കാം. തക്കാളി ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എങ്കിൽ തന്നെയും കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഒരു സൂപ്പിന്റെ ടേസ്റ്റ് ഇഷ്ടമാവില്ല. അവരെ ഒന്ന് ഇഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 സ്പൂൺ അളവില് വിനാഗിരിയാണ്. വിനാഗിരി കഷ്ണങ്ങളിലേക്ക് ചേർത്ത് വേവിക്കുക.
വേവിക്കുമ്പോഴാണ് എല്ലുകളിൽ നിന്നുള്ള മജ്ജയെല്ലാം പുറത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടുന്നതും. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്നിളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ടും. ഇത്രയും ആയാൽ പിന്നെ നമുക്കിതിലേക്ക് വെന്തുവരാൻ ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കിലോ അളവിലുള്ള കഷ്ണങ്ങൾ വേവിച്ചെടുക്കാനായിട്ട് 1 ലിറ്റർ വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാനായിട്ട് 5 ലിറ്ററിന്റെ കുക്കറാണ് ആവശ്യമായിട്ടുള്ളത്. ഇത്രയും സ്പേസോടുകൂടി തന്നെ നമ്മൾ പാചകം ചെയ്യുമ്പോഴാണ് ഇത് നടിച്ച് അധികം പുറത്തു പോവാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സൂപ്പില് ഞാനൊരു പ്രത്യേക ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. സൂപ്പിലേക്ക് കുറച്ചുകൂടെ പച്ചക്കറികളൊക്കെ ചേർത്ത് തയ്യാറാക്കിയാൽ വളരെ ഹെൽത്തിയാണ്. അതുപോലെ സൂപ്പിന് നല്ല കൊഴുപ്പും കിട്ടുന്നതാണ്. ഇന്ന് നമ്മൾ ചേർക്കുന്ന പച്ചക്കറി വെണ്ടക്കയാണ്. വെണ്ടക്കയോളം പോഷക മൂല്യമുള്ള മറ്റൊരു പച്ചക്കറി ഇല്ല എന്ന് തന്നെ പറയാം. 1/2 കിലോ സൂപ്പ് കഷ്ണങ്ങളിലേക്ക് 15 വെണ്ടക്കയാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവ്. ഞാനിന്ന് ചേർത്തിട്ടുള്ള വെണ്ടയ്ക്കൊക്കെ പകരമായിട്ട് നിങ്ങൾക്ക് ക്യാരറ്റ്, ബീൻസ്, നല്ലൊരു കളറിനായിട്ട് നമുക്ക് ബീറ്റ്റൂട്ടും ചേർത്ത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. കുക്കർ പെട്ടെന്ന് തന്നെ മൂടിക്കൊടുക്കാം. കുക്കർ മൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ അടപ്പിലേക്ക് മാറ്റാം. ഇനി ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു സൂപ്പ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സൂപ്പ് കഷ്ണങ്ങൾ നമുക്ക് നല്ല പോലെ വെന്ത് കിട്ടാനായിട്ട് നമുക്കൊരു 10 വിസിലാണ് ആവശ്യമായിട്ടുള്ളത്. കുക്കർ മൂടി കൊടുക്കുമ്പോൾ തന്നെ വെയിറ്റ് ഇട്ട് കൊടുക്കാതെ കുക്കറിൽ നിന്ന് ധാരാളം ആവി പുറത്തേക്ക് പോകുമ്പോഴായിരിക്കണം വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളിന്ന് കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു പാചക രീതി നിങ്ങൾക്ക് അടുപ്പിൽ വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്നും ആദ്യ വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒരു 10 വിസിൽ വരുന്നത് വരെയും ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കുക്കറിൽ നിന്നും 10 വിസിലൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുക്കറിന്റെ എയറെല്ലാം പോയി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിന്റെ മൂടി ഒന്ന് തുറന്നുകൂടെ നോക്കാം. നമ്മളിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് വലിയ കുക്കർ ആയതുകൊണ്ട് ഈ ഒരു സൂപ്പിന്റെ വെള്ളമൊന്നും പുറത്തേക്കൊന്നും പോയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല വെള്ളത്തോടു കൂടി തന്നെ വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനി കഷ്ണങ്ങൾ നല്ല വണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്ത് കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി തിളക്കുന്ന കഷ്ണങ്ങൾ അടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കഷ്ണങ്ങൾ അടിയിൽ പിടിക്കാനും സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സൂപ്പ് ഇവിടെ ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. സൂപ്പ് ഇത്രയും തന്നെ വറ്റി വന്നാൽ മതിയാകും. ഇനി നമുക്കിത് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കണം. ഇനി താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു താളിപ്പ് ചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 10 അല്ലി കൊച്ചുള്ളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 തണ്ട് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയിലയും ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലെ ചതച്ച കുരുമുളകും 1/4 ടീസ്പൂൺ അളവിലെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൂപ്പിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇന്നത്തെ നമ്മുടെ സൂപ്പില് കുറച്ച് മല്ലിയിലൊക്കെ ചേർത്തിട്ടുണ്ട്. മല്ലിയില ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആട്ടിൻ സൂപ്പ് ഇവിടെ റെഡിയാണ്. ഈ ഒരു കർക്കിടക മാസത്തിൽ മാത്രമല്ല ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ആട്ടിൻ സൂപ്പ് കഴിക്കാവുന്നതാണ്. ഈ ഒരു സൂപ്പ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു തരി പോലും കൊഴുപ്പ് കൂടുന്നില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജമാണ് ലഭിക്കുന്നതും. ഇനിയിപ്പോൾ ഏതു പ്രായത്തിലുള്ള ആൾക്കാർക്കും ഏതൊരു അസുഖങ്ങളുള്ള ആൾക്കാർക്കും ഈ ഒരു സൂപ്പ് കഴിക്കാവുന്നതുമാണ്. ഇനി നമുക്ക് ഈ സൂപ്പ് ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. നമ്മുടെ സൂപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ വേണ്ടപ്പെട്ട കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.